കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. പടേനി എന്നും ഇതിന് വെളിപ്പേരുണ്ട്. വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഇത് നടത്തിവരുന്നത്. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായാണ് ഇത് നടത്തിവരുന്നത്. അതുകൊണ്ട് നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണാനാവും. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് അതിന്റെ അവതരണ രീതി. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ, കാവുകളിൽ എന്നിവിടങ്ങളിലാണ് പടയണി നടക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ പടയണി നടത്താറുണ്ട്. കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കടമനിട്ട പടയണി ഗ്രാമം കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ്. വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. വസൂരി പോലെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ദേവീപ്രീതിക്കായി മറുതക്കോലവും, ഇഷ്ടസന്താന ലാഭത്തിന് ദേവീപ്രസാദത്തിനായി കാലരിക്കോലവും, രാത്രികാലങ്ങളിലെ ഭയം മൂലമുണ്ടായിത്തീരുന്ന രോഗങ്ങളുടെ ശമനത്തിനായി മാടൻ കോലവും കിട്ടുന്നു. യുദ്ധവിന്യാസത്തെ കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് പടയണി അഥവാ പടേനി. പടയണി തികച്ചും ദ്രാവിഡമായ ആചാരങ്ങളിലൊന്നാണ്. ബുദ്ധമതക്കാരാണ് അതിന്റെ നവോത്ഥാനത്തിന്റെ പ്രായോജകർ എന്ന് പറയാം. ആദ്യം പ്രാകൃത ദ്രാവിഡമായിരുന്നുവെങ്കിലും പിന്നീട് ബൗദ്ധരുടെ സംരക്ഷണയിൽ വളർന്നു. ഇന്നത്തെ കുട്ടനാട്, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗങ്ങൾ 8-ാം നൂറ്റാണ്ടും താണ്ടി 16 നൂറ്റാണ്ട് വരെ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. പള്ളിബാണ പെരുമാൾ എന്ന ചേര രാജാവാണ് പെരിഞ്ഞനത്ത് നിന്നുള്ള തന്റെ കുടുംബദേവതയെ നീലംപേരൂർ കുടിയിരുത്തുന്നതും ഈ ആചാരങ്ങൾക്കും ആയോധന കലകൾക്കും പ്രോത്സാഹനം നൽകുന്നതും. പള്ളിബാണ പെരുമാൾ ആരാധ്യ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടനാട്ടിലേക്ക് വരികയായിരുന്നു. അദ്ദേഹമാണ് ബുദ്ധമതത്തിന്റെ കേരളത്തിലെ അവസാനത്തെ പ്രോത്സാഹകൻ എന്ന് പറയപ്പെടുന്നു. നീലംപേരൂർ നിലയുറപ്പിച്ച പള്ളിബാണ പെരുമാൾ നിരവധി ചൈതന്യങ്ങളും വിഹാരങ്ങളും പണി കഴിപ്പിച്ചു. നീലംപേരൂരിലെ ക്ഷേത്രത്തിന് സമീപം 3.5 അടിയോളം ഉയരമുള്ളതും ചെങ്കല്ലുകൊണ്ട് പണി കഴിപ്പിച്ചതുമായ ഒരു പീഠമുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം രാജ്യഭരണം നടത്തിയിരുന്നതും ആരാധ്യ അധിനിവേശത്തിനെതിരായ പടയണിക്ക് മേൽനോട്ടം വഹിച്ചിരുന്നതും. ഈ ഉത്സവം അന്നത്തെ രാജ്യത്തിന്റെ അച്ചടക്കവും ആത്മാഭിമാനവും വിളിച്ചോതുന്നവയായിരുന്നു. പ്രാചീന കാലത്തെ ഗണക സമുദായത്തിലെ ഒരു വിഭാഗമായിരുന്ന കണിയാന്മാർ ആചരിച്ചിരുന്ന സമാനമായ ഒരു നൃത്തരൂപത്തിൽ നിന്നാണ് പടയണി ഉത്ഭവിച്ചതെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പ്രേതബാധ ഒഴിപ്പിക്കാനുള്ള രീതിയായിരുന്നു ഈ മതാനുഷ്ഠാനം. പ്രേതബാധയുണ്ടെന്ന് സംശയിക്കുന്ന രോഗിയെ പിണിയാൾ എന്നാണ് വിളിക്കുക. കോലങ്ങൾ ധരിച്ച നർത്തകരുടെ നടുവിൽ പിണിയാളെ ഇരുത്തുന്നു. മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ നർത്തകർ കോലം തുള്ളുകയും ചെയ്യും. കളരി ആചാര്യന്മാരായിരുന്ന കണിയാർ പണിക്കർമാരും ശിഷ്യരായ നായർ യുവപടയാളികളും നടത്തിയിരുന്ന അഭ്യാസ പ്രകടനത്തിന്റെ, അതായത് പടശ്രേണിയെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ആധുനിക കാലത്തെ പടയണിയിൽ നൃത്തത്തിൽ നായർ സമുദായക്കാരാണ് അഭിനേതാക്കളായിട്ടുള്ളത്. ഗണക സമുദായത്തിൽപ്പെട്ടവരാണ് വേഷങ്ങളും ഗാനങ്ങളും ചിട്ടപ്പെടുത്തുന്നത്. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും യുഗങ്ങൾ മാറിമറിഞ്ഞാലും പടയണി എന്നും നമുക്ക് മലയാളത്തിന്റെ, കേരളത്തിന്റെ അനുഷ്ഠാന കല തന്നെയാണ്. ആ അനുഷ്ഠാന കലകൾ നമ്മൾ തുടർന്നു പോവുക തന്നെ വേണം.